എല്ലാവർക്കും എക്സോട്ടിക്കിൻ്റെ +2 കെമിസ്ട്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്റർ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, നൗ ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ആദ്യം നമ്മൾ അറിയേണ്ട ചില ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മാറ്റർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2. മാറ്ററിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ് എന്നും ദെൻ mixtures that we studied in lower classes. Matter is divided into pure substances and mixtures. ഇതിലെ പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, അതായത് ഒരേ തരം ആറ്റങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ വ്യത്യസ്തങ്ങളായ തന്മാത്രകളാൽ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ്. ദറ്റ് ഈസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസസ്, ഓർ വി ക്യാൻ സേ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്, മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അതായത് വ്യത്യസ്തങ്ങളായ ആറ്റങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങളാണ് മിക്സ്ചേഴ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്, പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. എലമെൻറ്റ്സ്, മൂലകങ്ങളെന്നും, കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളെന്നും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിക്സ്ചേഴ്സിനെയും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്. അതായത് ഏകാത്മക മിശ്രിതങ്ങളെന്നും ഭിന്നാത്മക മിശ്രിതങ്ങളെന്നും. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്. First of all, homogeneous mixtures. എന്താണ് homogeneous mixtures? We all know that mixtures which have a same property, that means same composition throughout. എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി ഉള്ള, അതായത് എല്ലായിടവും ഒരേ കോമ്പോസിഷനിലുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, we know salt solution, that is dissolving salt in water. വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സോൾട്ട് വിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് വി വിൽ ഗെറ്റ് എ മിക്സ്ചർ കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചർ. വൈ? ബിക്കോസ് ഇഫ് യു ആർ അനലൈസിങ് ദാറ്റ് മിക്സ്ചർ, ദ എമൗണ്ട് ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ ഈസ് സെയിം ത്രൂ ഔട്ട്. അതായത് ആ മിക്സ്ചറിലുള്ള ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ്, എമൗണ്ട് ഒരേപോലെ ആയിരിക്കും എല്ലായിടത്തും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് homogeneous mixtures are those mixtures which have a same composition throughout. എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ ആണുള്ളത്. ആൻഡ് we can go to the examples. Salt solution, sugar solution, etc. Now, what is heterogeneous mixture? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ദ പ്രോപ്പർട്ടീസ് ആർ നോട്ട് സെയിം ത്രൂ ഔട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ദി കോമ്പോസിഷൻ ഈസ് നോട്ട് സെയിം ത്രൂ ഔട്ട്. അതായത് മിക്സ്ചറിലുള്ള കമ്പോണൻസിൻ്റെ അളവ്, എമൗണ്ട് എല്ലായിടത്തും ഒരുപോലെ അല്ല എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് heterogeneous mixtures. When we are going to the examples, we can say sand mixed with
വാട്ടർ, വെള്ളത്തിൽ, സാൻഡ് അതായത് മണ്ണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ്. ഡിസോൾവിങ് സാൻഡ്, ഇറ്റ് is not dissolve, but we can mix sand with water. That mixture is an example of heterogeneous mixture. Why? Because sand will not dissolve in water, and also the amount of sand and water is not same throughout. So that type of mixtures are called heterogeneous mixtures. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻസ് എന്നാണ്, പിന്നെ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? ഓർക്കുക, ഇനി നമ്മൾ പോകുന്ന നമ്മുടെ ചാപ്റ്ററിലേക്കാണ്. വാട്ട് ഈസ് സൊല്യൂഷൻസ്? സിംപ്ലി ഐ ക്യാൻ സേ സൊല്യൂഷൻസ് ആർ ദി ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഓഫ് 2 or more കമ്പോണൻസ്. അതായത് 2 അതിലധികമോ കമ്പോണൻസ് അടങ്ങിയ, പദാർത്ഥങ്ങൾ അടങ്ങിയ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെയാണ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, സൊല്യൂഷൻസ്. വാട്ട് ഈസ് എ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ വി വാണ്ട് ടു സേ സൊല്യൂഷൻസ് ആർ ദി ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഓഫ് 2 or more കമ്പോണൻസ്. 2 അതിലധികമോ കമ്പോണൻസ്, സബ്സ്റ്റൻസസ് അടങ്ങിയ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ്. എന്ത് തരം സൊല്യൂഷൻസിനെ പറ്റിയാണ്? ബൈനറി സൊല്യൂഷൻസ്. ബൈനറി എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം 2 എന്നാണ്. അതായത് 2 കമ്പോണൻറ്റുകൾ മാത്രമുള്ള ഹോമോജീനിയസ് മിക്സ്ചറുകളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ binary solutions means a solution which contains 2 components, and one is called solute and other is called solvent. ഒരു കമ്പോണൻറ്റിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും, രണ്ടാമത്തെ കമ്പോണൻറ്റിനെ സോൾവെൻ്റ് എന്ന് വിളിക്കും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് വാട്ട് ഈസ് സൊല്യൂട്ട് അല്ലേ? എന്താണ് സൊല്യൂട്ട്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, the substance which is present in lesser amount or lesser quantity in a solution. ഒരു സൊല്യൂഷനിൽ ഏറ്റവും കുറച്ച് എമൗണ്ട് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് സൊല്യൂട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ്. ഏത് സബ്സ്റ്റൻസ് ആണോ ലയിച്ച് ചേരുന്നത്, വിച്ച് ഡിസോൾവ്സ്, ദാറ്റ് ഈസ് കോൾഡ് സൊല്യൂട്ട്. സോ വി ക്യാൻ സേ വിച്ച് ഈസ് ടേക്കൺ ഇൻ സ്മോളർ quantity. And then what is a solvent? Solute is the substance which is taken in smaller quantity and which is undergoing dissolution, dissolve ചെയ്യുന്ന substance. And what is solvent? The substance which is taken in larger amount, larger quantity. The substance which is taken in larger amount or larger quantity, or we can say the substance in which the solute is dissolving. അതായത് സൊല്യൂട്ട് ഏത് സബ്സ്റ്റൻസിലേക്കാണോ ഡിസോൾവ് ചെയ്യുന്നത് അതിന് വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവിങ്. സോ സിംപ്ലി വി ക്യാൻ സേ ദ സബ്സ്റ്റൻസ് ടേക്കൺ ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി, ഓർ വി ക്യാൻ സേ ലാർജർ ക്വാണ്ടിറ്റി. That is what we called solvent. So once again, the chapter we are discussing with binary solutions means it contains 2 components, solute and solvent. The substance which is taken in smaller amount and the substance undergoing dissolution, it is called solute. And the substance in which the solute is dissolving, ഏതിലേക്കാണോ solute dissolve ചെയ്യുന്നത്, that is called solvent, and it is taken in larger quantity. That was the initial thing. അടുത്തത്, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ സൊല്യൂഷൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസിനെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോടൊരു സൊല്യൂഷൻസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പറയും ഷുഗർ സൊല്യൂഷൻ,
salt solution, glucose solutions, so all these solutions are in liquid state, ദ്രാവക അവസ്ഥയിലുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ചെറിയ ക്ലാസ് മുതലേ നമ്മുടെ മനസ്സിലുള്ളൊരു തെറ്റായ ധാരണയാണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നോ, we can classify solutions into three mainly. They are solid solutions, liquid solutions and gaseous solutions. So once again we can divide solutions into three: solid solutions, liquid solutions and gaseous solutions based on the physical state of the solute and solvent. അതായത് ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്, ഭൗതിക അവസ്ഥ, ആ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ സൊല്യൂഷൻസിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ദേ ആർ സോളിഡ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ് ആൻഡ് ഗ്യാഷ്യസ് സൊല്യൂഷൻസ്. നമുക്ക് നോക്കാം. So, types of solutions. Types of solutions. So, ഞാൻ പറഞ്ഞു സൊല്യൂഷൻസിനെ നമുക്ക് എത്ര എടുത്തിരിക്കാം? 3. So, നോക്കാം. First of all, I can write type, then solvent, then I am taking solute, then example. ആദ്യം ഫസ്റ്റ് ടൈപ്പ് സോളിഡ് സൊല്യൂഷൻസ്. സോളിഡ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ സോൾവെൻ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി സൊല്യൂട്ടോ, സൊല്യൂട്ട് വേണമെങ്കിൽ സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ദെൻ ഗ്യാസും ആകാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. അപ്പോൾ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സോൾവെൻ്റ് ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ സ്റ്റേറ്റിൽ വരാം. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ കാണാം. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫസ്റ്റ് ടൈപ്പാണ് സോളിഡ് സൊല്യൂഷൻസ്. അടുത്ത പ്രത്യേകത സോൾവെൻ്റ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, സൊല്യൂട്ട് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അതിലേറ്റവും ആദ്യം സോളിഡ് സൊല്യൂട്ട് ഡിസോൾവിങ് ഇൻ സോളിഡ് സോൾവെൻറ്റ്, അതായത് ഒരു സോളിഡ് വേറൊരു സോളിഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളതിനെ എക്സാമ്പിളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം നോർമലി സോളിഡ്സ് റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് മിക്സ് ചെയ്യാം, പൊടിച്ചൊക്കെ നമുക്ക് മിക്സ് ചെയ്യാതെ തന്നെ ഹോമോജീനിയസ് മിക്സ്ചർ ആയാലേ അതിനെ നമുക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറായിട്ട് ഫോം ചെയ്യണം, അതും സോളിഡ് സ്റ്റേറ്റിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു എക്സാമ്പിളാണ്, ദാറ്റ് ഈസ് 916 ഗോൾഡ്, അല്ലേ? 916 ഗോൾഡ്, അതായത് കോപ്പർ ഡിസോൾവ്സ് ഇൻ ഗോൾഡ്. അതായത് കോപ്പർ എന്നുള്ള മെറ്റല് എവിടെ ഡിസോൾവ് ചെയ്തിരിക്കുന്നു? ഗോൾഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു.
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോപ്പർ എന്ന് പറയുന്നതും ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ഗോൾഡ് എന്ന് പറയുന്നതും ഒരു സോളിഡ് മെറ്റീരിയലാണ്. അതായത് രണ്ടും മെറ്റൽസ് ആണ്. അപ്പോൾ രണ്ട് മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണ്. ഇനി ഇത് എങ്ങനെ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയി എന്നുള്ളതാണ് ചോദ്യം. വേറൊന്നുമില്ല, ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്കൊരു സൊല്യൂഷൻ ആക്കണമെങ്കിൽ ആദ്യം രണ്ടിനെയും ഉരുക്കി ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവന്ന് വരെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് ഹോമോജീനിയസ് ആക്കിയിട്ട് തണുപ്പിക്കുമ്പോൾ വീണ്ടും സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ലിക്വിഡ് ആക്കി മിക്സ് ചെയ്തു, ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്തു, ദെൻ വി ക്യാൻ convert it into solid. So now we get a solution that is solid dissolves in another solid. അപ്പോൾ ഇതിനെ 916 ഗോൾഡ് എന്ന് പറയാൻ കാരണം നമ്മൾ ഓർണമെൻ്റൽ ഗോൾഡ്, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോൾഡ് 916 ഗോൾഡ് അഥവാ 22 ക്യാരറ്റ് ഗോൾഡാണ്. ഇതിനെന്തുകൊണ്ട് 916 ഗോൾഡ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ വെൻ യു ആർ ടേക്കിംഗ് 1000 milligram ഓഫ് ഗോൾഡ്, അതായത് 1000 milligram ഗോൾഡ് എടുത്താൽ അതിൽ 916 milligram ശുദ്ധ സ്വർണം, പ്യുവർ ഗോൾഡ്, ദാറ്റ് ഈസ് 24 ക്യാരറ്റ് ഗോൾഡും ബാക്കി റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് കോപ്പറുമായിരിക്കും. നിങ്ങൾക്കറിയാം എന്തിനാണ് കോപ്പർ ഗോൾഡിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത, നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ടുള്ള ബന്ധം, അതൊരു സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. അവിടുത്തെ പ്രത്യേകത അവിടുത്തെ സൊല്യൂട്ടും സോൾവെൻറ്റും സോളിഡ് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ്. അടുത്തത് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് മീൻസ് സോളിഡ് സോൾവെൻറ്റിൽ ഒരു ലിക്വിഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അതെങ്ങനെ പോസിബിൾ ആകും? ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ദാറ്റ് ഈസ് അമാൽഗം ഓഫ് അമാൽഗം എന്ന് വെച്ചാൽ എന്തുവാ? ആദ്യം അതറിയട്ടെ, എന്താണ് അമാൽഗം എന്നുള്ളത്. അമാൽഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ. ആരുമായിട്ടുള്ള മിക്സ്ചറാണ്? ലിക്വിഡ് മെർക്കുറിയുമായിട്ടുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ അമാൽഗം, അതായത് ലിക്വിഡ് മെർക്കുറി അല്ലെങ്കിൽ മെർക്കുറി മെറ്റൽ ഫോം ചെയ്യുന്ന മിക്സ്ചറുകളെ, അലോയ്സിനെയാണ് നമ്മൾ അമാൽഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, അപ്പോൾ അമാൽഗം എന്ന് പറഞ്ഞാൽ ഓർക്കുക, എൻ്റെ മെറ്റൽ മെർക്കുറിയാണ്. അപ്പോൾ ഞാൻ പറയുന്നു അമാൽഗം ഓഫ് മെർക്കുറി ആൻഡ് സോഡിയം മെറ്റൽ. അതായത് വേറൊന്നുമില്ല, ലിക്വിഡ് മെർക്കുറി, നോക്കൂ, മെർക്കുറി എന്നുള്ള മെറ്റൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ്. ആ മെർക്കുറി നമ്മൾ സോഡിയം എന്നുള്ള മെറ്റലിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലിക്വിഡ് മെർക്കുറി സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയവുമായിട്ട് മിക്സ് ചെയ്താൽ അവ കൂടിച്ചേർന്ന് രണ്ടും കൂടെ മിക്സായി ഇറ്റ് ഫോംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ദാറ്റ് മീൻസ് ഇറ്റ് ഫോംസ് എ സൊല്യൂഷൻ. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അമാൽഗം. സോ അമാൽഗം മീൻസ് മിക്സ്ചർ ഓഫ് മെർക്കുറി ആൻഡ് സോഡിയം മെറ്റൽ. ഓർക്കുക, അമാൽഗം എന്ന് പറയുമ്പോൾ വെറും മിക്സ്ചർ അല്ല, ഇറ്റ് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ, ഇറ്റ് ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ പറയാം. സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ, സോൾവെൻറ്റ് സോളിഡ് സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മളെടുത്ത സോൾവെൻറ്റ് സോഡിയം മെറ്റൽ, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ട് മെർക്കുറി മെറ്റലാണ്. ബിക്കോസ് യു നോ മെർക്കുറി ഒരു ലിക്വിഡ് മെറ്റലാണ്. ഇനി മെർക്കുറിയുടെ പ്രത്യേകത, ഈ ലിക്വിഡ് മെറ്റലിനെ സോഡിയവുമായിട്ട് മിക്സ് ചെയ്താൽ ഇറ്റ് വിൽ ഫോം എ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ അമാൽഗം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മെർക്കുറി ഏത് മെറ്റലുമായിട്ട് മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഹോമോജീനിയസ് മിക്സ്ചർ ഉണ്ടാക്കിയാലും ദാറ്റ് മിക്സ്ചർ, ദാറ്റ് അലോയി എന്ന് നമ്മൾ പറയും, ദാറ്റ് അലോയി ഈസ് കോൾഡ് അമാൽഗം. അപ്പോൾ അമാൽഗം എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് മെർക്കുറി ആൻഡ് സോഡിയം മെറ്റൽ ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് solute is in liquid state and solvent is in solid state. And last one, or next one, I can say, a gas dissolves in solid. Oh, അതെങ്ങനെ പോസിബിൾ ആകും അല്ലേ? ഒരു ഗ്യാസിനെ പിന്നെ ഒരു സോളിഡിലേക്കൊക്കെ ഡിസോൾവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് പോസിബിൾ? പക്ഷേ അത് പോസിബിൾ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട്.
നമ്മൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷനൊക്കെ 11 +1 പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ? ഈ ഹൈഡ്രോജനേഷൻ റിയാക്ഷനിൽ നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ, ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിലേക്ക് ഹൈഡ്രജൻ, ഒരു ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ കാറ്റലിസ്റ്റ് എടുക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓർ പലേഡിയം എന്ന് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോജനേഷൻ നടത്തണമെങ്കിൽ വി നീഡ് ടു ടേക്ക് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ഓർ പ്ലാറ്റിനം ഓർ നിക്കൽ കാറ്റലിസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് mixture, that is mixture of hydrogen in palladium, that is an example. Mixture of hydrogen in PD means palladium or platinum. അപ്പം നിങ്ങൾ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതെങ്ങനെ ഹൈഡ്രജൻ ഒരു ഗ്യാസാണ്, പലേഡിയം ഒരു മെറ്റൽ ദാറ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഹൗ വി ക്യാൻ മിക്സ് together or how we can mix them together and form a solution? അവിടെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇവിടെ പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ മെറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, അതിലൊരു മാറ്റവും ഇല്ല, അത് സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. ബട്ട് വി ടേക്കൺ ഇൻ ദ പൗഡേർഡ് ഫോം, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അവിടെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ നിക്കൽ മെറ്റൽ പൗഡേർഡ് ഫോമിലായിരിക്കും, വളരെ ഫൈനായിട്ടുള്ള, അതായത് വളരെ ചെറിയ കുഞ്ഞു തരികളായിട്ടുള്ള പൗഡേർഡ് ഫോമിലായിരിക്കും നമ്മൾ ആ മെറ്റലിനെ എടുക്കുക. ആ മെറ്റലിനെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന ഹോമോജീനിയസ് മിക്സ്ചേഴ്സാണ് നമ്മൾ ഈ പറഞ്ഞ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ആ ഹോമോജീനിയസ് മിക്സ്ചറുകളെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ഓർ പ്ലാറ്റിനം മെറ്റൽ, ദാറ്റ് ഈസ് എ മിക്സ്ചർ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. ദാറ്റ് മിക്സ്ചർ മീൻസ് that is a solution, and that is an example of a solid solution in which a gaseous solute, that is hydrogen, that is dissolves in a solid solvent, that is in palladium or platinum metal. I think it is clear. ഇതാണ് ഒരു ഗ്യാസ് സോളിഡിൽ ഡിസോൾവ് ചെയ്ത് കിട്ടിയ സൊല്യൂഷൻ എക്സാമ്പിൾ. മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ഇൻ പൗഡേർഡ് ഫോം ഓഫ് പലേഡിയം ഓർ പ്ലാറ്റിനം മെറ്റൽ. ക്ലിയർ? So that is the first type, solid solutions. Now we can go to the next type, that is liquid solutions. Okay, അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലോർക്കാവുന്നേ ഉള്ളൂ, ലിക്വിഡ് സൊല്യൂഷൻസ് ആകുമ്പോഴുള്ള പ്രത്യേകത സോൾവെൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലും സൊല്യൂട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ വി ക്യാൻ സി. അടുത്തതായി രണ്ടാമത്തെ ടൈപ്പ് ലിക്വിഡ് സൊല്യൂഷൻസ്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അടുത്ത സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, സൊല്യൂട്ട് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ്. ഇത് വളരെ ഈസിയാണ്, നമ്മൾ പരിചയമുള്ള ടൈപ്പാണിത്, ലിക്വിഡ് സൊല്യൂഷൻസ്. അപ്പോൾ ഇതിലാദ്യം ഒരു സോളിഡ് സൊല്യൂട്ടിനെ ലിക്വിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത് എളുപ്പമാണ്. നമുക്ക് എക്സാമ്പിൾ എല്ലാവർക്കും പറയാൻ പറ്റും. ഒരു സോളിഡിനെ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുക. എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ അപ്പം പറയും ഷുഗർ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ. അവിടെയൊക്കെ സൊല്യൂട്ട് എന്ന് പറയുന്ന സാധനം ഷുഗർ സൊല്യൂഷനാകുമ്പോൾ ഷുഗർ സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റും കേട്ടോ. അപ്പോൾ ഷുഗർ ദറ്റ് ഈസ് സോളിഡ് സ്റ്റേറ്റ്, സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് വാട്ടർ. ക്ലിയർ? അത് എക്സാമ്പിളാണ്, വളരെ എളുപ്പമുള്ള എക്സാമ്പിളാണ്. അടുത്തത് ഒരു ലിക്വിഡ് വേറൊരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻസ്. അതും നിങ്ങൾക്ക്
ഊഹിക്കാവുന്നതും പറയാവുന്നതുമാണ്. പക്ഷെ പലരും ചോദിക്കുമ്പോൾ പറയാറുള്ളത് എന്താണ്, നാരങ്ങ നീരും വെള്ളവും അങ്ങനെയൊക്കെ പറഞ്ഞോളാം. അങ്ങനെ ഒരിക്കലും പറയരുത്. നാരങ്ങ നീരും വെള്ളം, നാരങ്ങ വെള്ളമെന്നോ അല്ലെങ്കിൽ മോരെന്നോ അങ്ങനെയൊന്നും പറയരുത്. ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ടത്, കൊച്ചു കുട്ടികൾക്ക് അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മൾ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ലിക്വിഡ് ഇൻ ലിക്വിഡ്, അവിടുത്തെ സൊല്യൂട്ടും ലിക്വിഡാണ്, സോൾവൻറ്റും ലിക്വിഡാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ആ രണ്ട് സബ്സ്റ്റൻസും, സൊല്യൂട്ടും സോൾവൻറ്റും, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ടും സോൾവൻറ്റും രണ്ടും പ്യുവർ സബ്സ്റ്റൻസസ് ആയിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും പ്യുവർ സബ്സ്റ്റൻസസ് ആയിരിക്കണം, ശുദ്ധ പദാർത്ഥങ്ങളായിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നാരങ്ങ നീരും വെള്ളം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുന്ന ആ നാരങ്ങ നീര് എന്ന് പറയുന്ന സാധനം എന്തേ അല്ല, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. അപ്പോൾ നമുക്ക് പറയാം ലിക്വിഡിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഞാൻ പറയും എഥനോൾ പ്ലസ് വാട്ടർ. അതായത് ഈഥൈൽ ആൽക്കഹോൾ, എഥനോൾ എന്നുള്ള സബ്സ്റ്റൻസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ച് കിട്ടുന്ന സൊല്യൂഷൻ, ദാറ്റ് ഈസ് എ homogeneous mixture, that is a solution. എഥനോൾ പ്ലസ് വാട്ടർ, എഥനോളും വാട്ടറും രണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതായത് ആൽക്കഹോളും വെള്ളവും. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ്. ബോത്ത് സബ്സ്റ്റൻസസ് ആർ എസ്പെഷ്യലി ethanol and water, both substances are in liquid state and both are pure substances. Okay, now a gas dissolves in liquid, that is also very much familiar to you. അതായത് ഒരു ഗ്യാസിനെ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഡിസോൾവ് ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സൊല്യൂട്ട്, വെള്ളം സോൾവെൻറ്റ്, ദാറ്റ് ഈസ് സോഡ വാട്ടർ അല്ലേ. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം ഈ തേർഡ് ടൈപ്പിന് എക്സാമ്പിളാണ്. ഇതല്ലാതെ ഓക്സിജൻ ഡിസോൾവ് ചെയ്യാം വെള്ളത്തിൽ. അപ്പോൾ എനി ഗ്യാസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് liquid solution in which the solute is in gaseous state and the solvent is in liquid state. I think this one is very easier. And the third one is solid eye, liquid eye, third gaseous solutions. Okay. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഗേഷ്യസ് സൊല്യൂഷൻസ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ സോൾവെൻറ്റ് gaseous സ്റ്റേറ്റിലായിരിക്കും. സോൾവെൻറ്റ് ഈസ് ഇൻ gaseous സ്റ്റേറ്റ്, സൊല്യൂട്ട് മേ ബി ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, എക്സാമ്പിളിലേക്ക് ഡയറക്റ്റ് പോവാം. ഒരു സോളിഡിനെ ഗ്യാസിൽ ഡിസോൾവ് ചെയ്യിക്കുക. അത് എങ്ങനെ പോസിബിൾ ആകുമെന്ന് ചോദിച്ചാൽ ഈ സോളിഡിന് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പറയാം സോളിഡിന് ഇവാപ്പറേറ്റ് ചെയ്യുക, ആ വേർഡ് വേറൊരു രീതിയിലാണ് പറയുന്നത്. സബ്ലിമേഷന് കഴിവുള്ള സോളിഡ്സ് ഒരു ഗ്യാസുമായിട്ട് മിക്സ് ചെയ്താൽ ഉറപ്പായിട്ടും ഉണ്ടാക്കുന്നത് ഒരു ഗ്യാഷ്യസ് ടൈപ്പ് സൊല്യൂഷൻസ് ആയിരിക്കും. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്റ്റായിട്ട് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ലൈക്ക് ക്യാംഫർ, കർപ്പൂരം ആൻഡ് നാഫ്തലീൻ, പറ്റാഗുളിക, ഇതെല്ലാം സബ്ലിമേഷൻ ചെയ്യാൻ കഴിവുള്ള സോളിഡ്സ് ആണ്. അപ്പോൾ അത്തരം സോളിഡ്സ് ഒരു ഗ്യാസിൽ മിക്സ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ gaseous type solution. So we can say camphor dissolves in oxygen gas or nitrogen gas. ഇപ്പോൾ ഓക്സിജൻ അത് റിയാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ സ്ഥാനത്ത് നൈട്രജൻ ഗ്യാസ് കൊടുക്കാം. അപ്പോൾ കർപ്പൂരം നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നു. So that is an example of gaseous solution in which
solute is in gaseous state and solvent is in solute is in solid state and solvent is in gaseous state. അപ്പോൾ ഓർക്കേണ്ട കാര്യം സോൾവെൻറ്റ് ഗ്യാസ് ആകുമ്പോൾ അവിടെ മിക്സ് ചെയ്യാൻ എടുക്കുന്ന സൊല്യൂട്ടിന് ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ സോളിഡ് ആകുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് സബ്ലിമേഷനുള്ള കഴിവുണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ലിക്വിഡ് ഇൻ ഗ്യാസ് സെയിം ഇവോപ്പറേറ്റ് ചെയ്യുന്ന ലിക്വിഡ് ആയിരിക്കണം, അത് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യും. എക്സാമ്പിൾ ക്ലോറോഫോം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ക്ലോറോഫോം, ദാറ്റ് വിൽ ഇവാപ്പറേറ്റ് ഈസിലി. സോ ക്ലോറോഫോം ഡിസോൾവ്സ് ഇൻ ഓക്സിജൻ ഗ്യാസ്. അതായത് ക്ലോറോഫോം എന്നുള്ള സബ്സ്റ്റൻസ് ഓക്സിജൻ ഗ്യാസിൽ ഡിസോൾവ് ചെയ്യുന്നത്. ക്ലോറോഫോം ഒരു ലിക്വിഡാണ്, പക്ഷെ അത് ഈസിലി ഇവാപ്പറേറ്റിംഗ് ആണ്. അപ്പോൾ ആ സബ്സ്റ്റൻസ് ഈ പറയുന്ന ഓക്സിജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അവിടുത്തെ പ്രത്യേകത സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ ക്ലോറോഫോം, ഗ്യാസ് ഓക്സിജൻ ആണ്, ദാറ്റ് ഈസ് എ സോൾവെന്റ്. ലാസ്റ്റ് ഗ്യാസ് ഇൻ ഗ്യാസ്, വി ക്യാൻ സേ എനി ടു നോൺ റിയാക്ടിങ് ഗ്യാസസ്, ഏത് രണ്ട് നോൺ റിയാക്ടിങ് ഗ്യാസസും പരസ്പരം കമ്പൈൻ ചെയ്യുന്നത് ഇറ്റ് ഫോംസ്, ആൻഡ് കമ്പൈൻ ചെയ്താൽ ഇറ്റ് ഫോംസ് ആൾവേസ് എ സൊല്യൂഷൻ. വി ക്യാൻ സേ എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ gases, or nitrogen and helium, nitrogen and argon, any two gases, non-reacting gases, when they combine together they will form a homogeneous mixture or solution. So these are the 9 different types of solutions. നമ്മൾ മെയിൻലി 3 കാറ്റഗറി, അതിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്ത് ടോട്ടൽ 9. ഓക്കെ. അപ്പോൾ ഇന്ന് പറഞ്ഞത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ്. എന്താണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ based on the physical state of solute and solvent. Based on the physical state means ഭൗതിക അവസ്ഥ, ആരുടെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും. Based on that we can classify mainly solutions into 3. They are solid solutions, liquid solutions and gaseous solutions. Solid solution ആകുമ്പോൾ അവിടുത്തെ സോൾവെൻ്റ് എല്ലാം സോളിഡ് ആയിരിക്കും. സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. അതേപോലെ ലിക്വിഡ് സൊല്യൂഷൻ ആകുമ്പോൾ സോൾവെൻ്റ് ലിക്വിഡ്, സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. അതുപോലെ ഗ്യാഷ്യസ് സൊല്യൂഷൻ ആകുമ്പോൾ സോൾവെൻ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ. സോ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്.